ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിയിൽ മുത്തശ്ശൻ ഉറച്ച തീരുമാനം എടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അനിയുടെയും അതുപോലെ അവന്തികയുടെയും വിവാഹ നിശ്ചയം നടത്തണമെന്ന്. ഇനി അതിങ്ങനെ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലാന്നും എത്രയും പെട്ടെന്ന്, അതായത് അടുത്ത ആഴ്ചയെങ്കിൽ അടുത്ത ആഴ്ച തന്നെ കുട്ടികളുടെ വിവാഹ നിശ്ചയം നടത്തണമെന്നൊക്കെ ജാനകിയോടും ജയനോടും ദേവയാനോടും അതുപോലെ അജയനോടൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. എന്നാൽ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം അനിയോട് സംസാരിക്കുന്ന സമയത്തൊക്കെയും അനി ശക്തമായി ഇതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശനോടും മുത്തശ്ശിയോടും പോലും അനി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ടെങ്കിലും അനിയെ മനസ്സിലാക്കാൻ അവരാരും തന്നെ കൂട്ടാക്കുന്നില്ല. അവന്തിയുമായുള്ള വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണമെന്നും അതുപോലെ തന്നെ ലീഗലി അനാമികമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞതിന് ശേഷം ഇവരുടെ കല്യാണം തന്നെ എത്രയും പെട്ടെന്ന് നടത്തി വയ്ക്കണം എന്നൊക്കെ കൂടി മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അനി ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് കേട്ടോ. എനിക്കിഷ്ടമില്ലാത്തൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ എനിക്ക് ആവില്ലെന്നും അതുപോലെ ഈ വിവാഹ നിശ്ചയ സമയത്ത് ഇവിടെ കാണില്ല എന്നൊക്കെ അനി പറയുന്ന സമയത്ത് മുത്തശ്ശൻ എനിക്കൊരു താക്കീത് നൽകുകയാണ്. ഈ വിവാഹ നിശ്ചയം ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ നടന്നിരിക്കും, നീ ഇവിടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എനിക്ക് മുത്തശ്ശൻ്റെ തീരുമാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ അല്ലെങ്കിൽ അവിടുന്ന് മാറി നിൽക്കാനോ കഴിയാത്തൊരവസ്ഥയാണ്. എത്ര പറഞ്ഞിട്ടും തന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു ഭയങ്കര വിഷമത്തിലാണ് അനി. എന്നാൽ മുത്തശ്ശൻ ഈ കാര്യത്തിൽ അനിയെ നിർബന്ധിക്കുന്നത് വേറൊന്നിനുമല്ല, മുത്തശ്ശൻ്റെ മനസ്സിലും ചില പദ്ധതികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ അനിയെ ഈ വിവാഹത്തിന് നിർബന്ധിക്കുന്നതും. എന്തായാലും വിവാഹ നിശ്ചയം വരെ കാര്യങ്ങളൊക്കെ ഇതേപോലെ മുന്നോട്ട് പോകണമെന്നും വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് മുത്തശ്ശൻ തന്നെ ആ ട്വിസ്റ്റ് പൊളിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അങ്ങനെ മുത്തശ്ശൻ അനിയോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് അനി തിരിച്ച് മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഈ വിവാഹ നിശ്ചയ സമയത്ത് ഇവിടെ ഉണ്ടാവില്ലെന്നും ഇതിൽ പങ്കെടുക്കില്ല എന്നും ആ സമയത്ത് ഞാൻ എവിടെയെങ്കിലും മാറി നിൽക്കുമെന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തെ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് സ്വീകരിക്കാൻ എനിക്കാവില്ലെന്നും അതുപോലെ അവന്തിയെ ഞാനൊരു പെങ്ങളായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്, അവളെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് എനിക്ക് കാണാനാവില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനോട് തന്നെ അനി തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അനി, ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ മംഗളകർമ്മങ്ങളും എൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. ഈ തറവാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിയിരിക്കും. നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? നിനക്ക് ഞാൻ പറയുന്നത് ഇപ്പോൾ അനുസരിക്കാനാവില്ലേ? എന്തായാലും ഈ വിവാഹ നിശ്ചയം നടന്നേ തീരുള്ളൂ എന്ന് മുത്തശ്ശൻ കടുംപിടുത്തം പിടിക്കുകയാണ്. എന്നാൽ മുത്തശ്ശനെ തൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കാണുന്ന ആദർശേട്ടനെ അനുകരിച്ച് വളർന്നവനാണല്ലോ അനി. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ്റെ വാക്കുകൾ അനുസരിക്കാതിരിക്കാനോ മുത്തശ്ശനോട് തർക്കുത്തരം പറയാനോ കഴിയില്ല. എന്നാലും തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുത്തശ്ശൻ്റെ മുമ്പിൽ തുറന്നു പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ്റെ ഉറച്ച തീരുമാനങ്ങൾക്ക് മുമ്പിൽ ഒന്നും ചെയ്യാനാവാതെ വല്ലാതെ പ്രയാസപ്പെടുകയാണ് അനി. നന്ദുവുമായുള്ള അനിയുടെ അടുപ്പം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അവന്തിയുമായുള്ള ഒരു വിവാഹ ബന്ധം നടക്കാനായിട്ട് അനിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനകിയും അവന്തിക മയക്കെടുത്തിരിക്കുന്നതുകൊണ്ട് അവന്തികയെ വലിയ കാര്യമാണല്ലോ ജാനകിക്ക്. പലപ്പോഴും അനി അവന്തികയോട് ഈ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ പോലും ജാനകി അവന്തികയെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവൻ്റെ മനസ്സിലാ നന്ദുവാണ്. അതുകൊണ്ടാണ് അവൻ മോളോട് കുറച്ച് നീരസമൊക്കെ കാണിക്കുന്നത്. എന്തായാലും വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നൊന്നും പേടിക്കാനില്ല മോളെ, മോൾ തന്നെ എൻ്റെ മരുമകളായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് അവന്തികയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജാനകി മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛനൊന്ന് അനിയെ കാര്യമായിട്ട് ഉപദേശിക്കണം. ഇപ്പോഴും അനിയുടെ മനസ്സിൽ ആ നന്ദുവാണ്. അവൾ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും അവന്തിക മോളോട് അവൻ ഇത്ര ദേഷ്യവും നീരസമൊക്കെ കാണിക്കുന്നത്. അത് അവന്തിക മോൾക്ക് വല്ലാത്ത വിഷമമാവുന്നുണ്ട്. എനിക്ക് അവന്തികയോടുള്ള സമീപനം കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമാകും. പിന്നെ ആ കുട്ടിയുടെ കാര്യം പറയണോ വെച്ചാൽ അതിൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമാവുന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ അവനെ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ മുത്തശ്ശൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്, അല്ല ജാനകി, നിനക്ക് നിന്റെ മോനെ ഉപദേശിക്കാൻ പാടില്ലേ? നീ പറഞ്ഞാൽ അവൻ കേൾക്കില്ലെന്നുണ്ടോ? ആദർശനും നയനയും ഒന്നും ഈ വിഷയത്തിൽ നീ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. അവർ ഈ വീട്ടിൽ നിന്ന് പുറത്തായവരാണ്. അവരുടെ സ്ഥാനം ഈ വീടിന് പുറത്താണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നീ അവരുടെ പേര് പോലും ഉച്ചരിക്കേണ്ട കാര്യമില്ല. നിനക്ക് നിന്റെ മോനെ ഉപദേശിച്ച് നേരെയാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആരാണ് ജാനകി അത് ചെയ്യുന്നത്? ചെല്ല്, നീയും അജയനും കൂടെ അവനെ പിടിച്ചിരുത്തി അവനോട് കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നോക്ക്. അവന്തിയുമായുള്ള വിവാഹ നിശ്ചയം പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ നടക്കണം. അനാമികയുമായുള്ള ബന്ധം നിയമപരമായി വേർപിരിഞ്ഞ അടുത്ത ആഴ്ച തന്നെ നമുക്കിവരുടെ വിവാഹം നടത്തി കൊടുക്കണം. ഇനി അവനെ ഇങ്ങനെ കയറൂരി വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ മുത്തശ്ശൻ ജാനകിയോടും പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ്റെ വാക്ക് കേട്ട് അജയനും അതുപോലെ ജാനകിയും കൂടെ അനിയെ നന്നായിട്ടൊന്ന് ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ ഭയങ്കര അസ്വസ്ഥനായിട്ട് ഈ ഉപദേശങ്ങളെല്ലാം കേട്ട് ഭയങ്കര മനപ്രയാസത്തോടെ തന്നെ അനി അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അനി തറവാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ നന്ദുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്, നിന്നെ എനിക്ക് നേരിട്ട് കണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ വിളിച്ചു വരുത്തുകയാണ്.
എന്നാൽ അനിയും നന്ദുവും പലപ്പോഴും കണ്ടുമുട്ടുന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്ന അവന്തിക നേരെ കനകയും അതുപോലെ ഗോവിന്ദനെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പോഴും അനിയും നന്ദുവും തമ്മിൽ അടുപ്പമുണ്ടെന്നും അവർ പല സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നുണ്ടെന്നും എൻ്റെ അനിയേട്ടൻ്റെയും വിവാഹ നിശ്ചയം നടത്താൻ മുത്തച്ഛൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് ഇനി ഞങ്ങൾക്കിടയിലേക്ക് നന്ദു കടന്നു വരാൻ പാടില്ലെന്നൊക്കെ കനകയോട് തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് കനകയും നന്ദുവിനെ നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അമ്മ വിചാരിക്കും പോലൊന്നും നടക്കില്ല. ആ അവന്തിക ഉണ്ടല്ലോ, അവളെ വിശ്വസിക്കാൻ പറ്റില്ല. അവൾ അബിയുടെ അനിയത്തിയല്ലേ. പിന്നെ എനിക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കണ്ടൂടാ. അവളെ വിവാഹം കഴിക്കാനോ അവളെ ജീവിത പങ്കാളിയാക്കാനോ അവനൊട്ടും താല്പര്യമില്ല. അവൻ അതിനോട് തുറന്നു പറയുകയും ചെയ്തതാ. ഇനിയിപ്പോൾ അവധിയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് അവളെ വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതം നയിക്കാൻ അവൻ തയ്യാറാണെങ്കിൽ അതിലെനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നന്ദു. പക്ഷേ നന്ദുവിൻ്റെ മനസ്സ് നീറുകയാണ് കേട്ടോ. അനിയുടെയും അവധിയുടെയും വിവാഹ നിശ്ചയം നടത്താൻ മുൻപന്തിയിൽ നിൽക്കുന്നത് മുത്തശ്ശൻ തന്നെയാണല്ലോ. മുത്തശ്ശൻ ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ അത് നടത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ മനസ്സിൽ നല്ല പേടിയും വിഷമമൊക്കെ ഉണ്ട്. എന്നാൽ അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം ഓർത്തുകൊണ്ട് തന്നെയാണ് നന്ദു അനിയെ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ അവരെ നേരിട്ട് കണ്ടുമുട്ടി കഴിയുമ്പോഴേക്കും അനി നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നാ തോന്നുന്നത്. നീ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. എനിക്കിപ്പോൾ ആ വീട്ടിലോട്ട് കയറി ചെല്ലാൻ പോലും തോന്നുന്നില്ല. എല്ലാവരും എന്നെ മാറിയും തിരിഞ്ഞും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവധിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് അവർ നടത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. എല്ലാവരും എന്നെ മാറി മാറി ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ എന്താ കാര്യം? എൻ്റെ മനസ്സിൽ മുഴുവൻ നീയല്ലേ നന്ദു. നിന്റെ സ്ഥാനത്ത് മറ്റൊരുത്തിയെ കാണാൻ എനിക്കാവില്ല. അത് എത്ര തവണ പറഞ്ഞിട്ടും അവരാരും അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ് അനി. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, എടാ അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്ത് തീരുമാനം എടുക്കുന്ന കാര്യമാണ് നീ പറയുന്നത്? മൂർത്തി മുത്തശ്ശൻ ഇങ്ങനൊരു കാര്യത്തിൽ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്ന് തടസ്സപ്പെടുത്താൻ പോലും നമുക്ക് മുമ്പിൽ ഒരു വഴിയും ഇല്ലല്ലോടാ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനു പറയുന്നുണ്ട്, എന്ത് ചെയ്താലും വേണ്ടില്ല, ഈ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല. അവന്തിക്ക് ആ സ്ഥാനത്ത് എനിക്ക് കാണാനാവില്ല. അതിലുപരി അവളുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. അവൾ ആ അബിയുടെ അനിയത്തിയല്ലേ. എന്തായാലും ആ ഒരു സ്വഭാവം അവളുടെ ഉള്ളിലും കാണും. ഇപ്പം എന്നെ കല്യാണം കഴിച്ച് അവിടെ ഒതുങ്ങി കൂടാനാണ് അവൾ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് അറിയാൻ പറ്റില്ലല്ലോ. അവളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ നന്ദു. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ വിവാഹ നിശ്ചയം നടക്കില്ല. ഈ വിവാഹ നിശ്ചയം എങ്ങനെയാണെങ്കിലും ഞാൻ തടസ്സപ്പെടുത്തിയിരിക്കും. അതിനി ആരുടെയും മുഖം ഞാൻ നോക്കില്ല എന്നൊക്കെ തന്നെ നമ്മുടെ ആനി ഇങ്ങനെ പറയുകയാണ്. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും തുറന്നു പറഞ്ഞു. അവന്തി എനിക്ക് ഇഷ്ടമല്ലെന്നും ഈ വിവാഹ നിശ്ചയം നടത്തരുതെന്നും ഞാൻ എല്ലാവരോടും കെഞ്ചി പറഞ്ഞു. എന്നിട്ടും എൻ്റെ മനസ്സ് കാണാൻ മാത്രം ആരുമില്ല. എന്നെ മനസ്സിലാക്കാൻ പോലും ആരും ശ്രമിക്കുന്നില്ല. മുത്തശ്ശൻ്റെ തീരുമാനമാണല്ലോ വലുത്. മുത്തശ്ശനാണല്ലോ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. മുത്തശ്ശനോട് തന്നെ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശൻ പോലും എന്നെ ഒന്നും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. വിവാഹ നിശ്ചയ ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ എനിക്ക് താക്കീത് നൽകുകയാണ് ചെയ്യുന്നത്. ആ ദിവസം നീ ഇവിടെ ഉണ്ടാവണമെന്നും ഈ പറഞ്ഞ പ്രകാരം തന്നെ വിവാഹ നിശ്ചയം നടക്കണമെന്നൊക്കെയാണ് മുത്തശ്ശൻ പറയുന്നത്. നിനക്കറിയാവില്ലേ നന്ദു, ഞാനും ആദർശനൊക്കെ ഇന്നവരെ മുത്തശ്ശനെ എതിർത്ത് ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല. മുത്തശ്ശനോട് അപമര്യാദയായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഇന്നിപ്പോൾ എൻ്റെ മനസ്സിൽ അത്രത്തോളം വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ മുത്തശ്ശനോട് അത്രയെങ്കിലും പറഞ്ഞത്. എന്നിട്ടും എന്നെ മാത്രം ആരും മനസ്സിലാക്കുന്നില്ല. അത് ഓർക്കുമ്പോഴേ എനിക്ക് വല്ലാത്ത വിഷമമെന്നൊക്കെ അനിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, നീ എന്താടാ ഈ പറയുന്നത്? എൻ്റെ വീട്ടിലും അതേ അവസ്ഥ തന്നെയാണ്. നിനക്കറിയാമല്ലോ, അവന്തിക എൻ്റെ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അമ്മയോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിപ്പോഴും കണ്ടുമുട്ടുന്നുണ്ടെന്നും നമ്മൾ തമ്മിൽ ഇപ്പോഴും അടുപ്പത്തിലാണെന്നൊക്കെ അവൾ പറഞ്ഞു. നീ അത് മനസ്സിൽ വെച്ചോണ്ട് അമ്മ എന്നോട് എന്തൊക്കെ പറഞ്ഞെന്നറിയാവോ? നിൻ്റെയും അവന്തികയുടെയും വിവാഹ നിശ്ചയത്തിന് ഞാനൊരു തടസ്സമായിട്ട് നിൽക്കില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴും നമ്മൾ തമ്മിൽ അടുപ്പമുണ്ടോയെന്നും ഇടയ്ക്ക് കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അവന്തിക അത്ര നല്ലവളൊന്നുമല്ല. അവളുടെ സ്വഭാവം ഏകദേശം അബിയുടെ സ്വഭാവം പോലെ തന്നെയാണ്. അയർലൻഡിൽ പോയി പഠിച്ചു വന്നതിന് ശേഷം അവളുടെ സ്വഭാവത്തിൽ ഇപ്പോൾ ഒരു ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അതിനിപ്പോൾ അനിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണോ അവളിങ്ങനെ അഭിനയിക്കുന്നതെന്നുള്ള കാര്യവും അറിയില്ലല്ലോ. അത് മാത്രമല്ല, അവളെ ഇത്രയും നാളും ഒരു പെങ്ങളുടെ സ്ഥാനത്തല്ലേ നീ കണ്ടിട്ടുള്ളേ. അതൊക്കെ കൊണ്ടാണ് നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തെന്നുള്ള രീതിയിലാണ് ഞാൻ അമ്മയോട് സംസാരിച്ചത്. അല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നടാ. അപ്പം അനി ചോദിക്കുന്നുണ്ട്, മിക്കവാറും എല്ലാവരും കൂടി ഈ വിവാഹ നിശ്ചയം നടത്തുമെന്നാണ് തോന്നുന്നത്. ഞാൻ പിന്നെയും എനിക്കിഷ്ടമില്ലാത്തൊരു ജീവിതത്തിലേക്ക് തന്നെ പോവുകയാണല്ലോ ദൈവമേ. ഇനി ഈ ഊരാക്കുടിക്കുന്ന ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് അനി. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതാടാ ഞാനും ഓർക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്. നമ്മൾ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവം നമുക്ക് മുമ്പിൽ ഇത്രയും വലിയ പരീക്ഷണങ്ങളാണല്ലോ നൽകുന്നത്. നമ്മുടെ വീട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആരെയും വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് വിവാഹം കഴിക്കാനാവില്ല. അങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പോലും ആവില്ല. നമ്മൾ ഒന്നിക്കുന്നതിനോട് നിൻ്റെ അമ്മയ്ക്കോ എൻ്റെ അമ്മയ്ക്കോ താല്പര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് അനിയും നന്ദുവും കൂടി. അവസാനം ദേഷ്യവും സങ്കടമായിട്ട് തന്നെ അനി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു, നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടി പോയാലോ എന്ന്.
നമ്മുടെ സന്തോഷവും നമ്മുടെ ജീവിതവും ഒന്നും ആരും നോക്കുന്നില്ലല്ലോ. എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം തന്നെ നമ്മൾ ഇല്ലാതാക്കുന്നത്? ആകെ നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്തിനാടി? അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടേലും ഒളിച്ചോടി പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അനി. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്താടാ അനി നീ പറയുന്നത്? അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടുകാരെ ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അങ്ങനെ നമ്മൾ ഒളിച്ചോടി പോയി വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ ശാപം കൊണ്ട് നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമോ? കാലം മുച്ചോടും നമ്മൾ ആ ശാപം പേറി നടക്കേണ്ടി വരും. അത് മാത്രമല്ല, നിനക്ക് നിന്റെ വീട്ടുകാരെയോ മുത്തശ്ശനെയോ അതുപോലെ എനിക്ക് എൻ്റെ അച്ഛനെയോ അമ്മയോ എതിർത്തിട്ട് ഒന്നും തന്നെ ചെയ്യാനും ആവില്ല. നമുക്കങ്ങനെ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എപ്പോഴും നമ്മളത് ചെയ്യുമായിരുന്നു. എന്തായാലും ആ വഴിക്ക് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയുകയാണ് നന്ദു. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ സമാധാനിക്ക്. വിവാഹ നിശ്ചയമല്ലേ? എത്രയോ ആൾക്കാരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും കല്യാണമൊക്കെ മുടങ്ങി പോകാറില്ലേ? അതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പം എന്തായാലും അവന്തികയുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കണമെങ്കിൽ നടക്കട്ടെ. അനാമികയുമായിട്ട് നിയമപരമായ ബന്ധം വേർപിരിഞ്ഞാൽ മാത്രമല്ലേ അവന്തികയുമായിട്ടുള്ളൊരു വിവാഹം നടക്കുകയുള്ളൂ. അതുവരെ നമുക്ക് സമയമുണ്ടല്ലോ. അതുകൊണ്ട് നീ ഇപ്പം ക്ഷമയോടിരിക്കുന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അനിയെ. എന്നാലും അനിയുടെ മനസ്സിൽ നല്ല ടെൻഷൻ തന്നെയാണ് കേട്ടോ. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പാതി വിവാഹം കഴിഞ്ഞതുപോലെയാണല്ലോ. തന്നെയുമല്ല, അന്ന് തന്നെ മോതിര കൈമാറ്റവും നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിവാഹ നിശ്ചയം നടന്നാൽ ഇനി ആ കുടുക്കിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നൊക്കെയുള്ളൊരു പേടി അനിയുടെ മനസ്സിൽ നന്നായിട്ടുണ്ട്. നന്ദു പറയുന്നുണ്ട്, എന്തായാലും നീ ഇപ്പോൾ ടെൻഷൻ അടിക്കാതെ വീട്ടിലേക്ക് പോകാൻ നോക്കുക. ഇതിൻ്റെ പേരും പറഞ്ഞ് മുത്തശ്ശനെയും മുത്തശ്ശിയും അതുപോലെ അമ്മയും അച്ഛനും ഒന്നും വെറുപ്പിക്കാൻ നിൽക്കേണ്ട. എന്തായാലും വിവാഹ നിശ്ചയമല്ലേ? വിവാഹ നിശ്ചയം നടക്കുന്നെങ്കിൽ നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാനേ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. വിവാഹ നിശ്ചയം ഇപ്പം നടത്തി വെച്ചാലും അനാമികമായിട്ടുള്ളൊരു ഡിവോഴ്സ് നടന്നതിന് ശേഷമല്ലേ അവർ പിന്നെ വിവാഹത്തെ പറ്റിയൊക്കെ ചിന്തിക്കുകയുള്ളൂ. അതുവരെ നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ട് തന്നെ പോകുന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ആരോട് എന്ത് പറയാനാ? വീട്ടിലേക്ക് ചെന്നാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. എൻ്റെ സന്തോഷം എന്താണെന്നോ എൻ്റെ മനസ്സറിയാനോ എൻ്റെ കൂടെയുള്ളവർ പോലും നോക്കുന്നില്ല. നീ പറഞ്ഞ ഉറപ്പിന്മേല ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഇനിയെല്ലാം ഞാൻ ദൈവത്തിനെ ഏൽപ്പിക്കാം. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നീയുമൊത്ത് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ജീവിതം തന്നെ ഞാനിങ്ങ് വേണ്ടെന്ന് വെക്കും. പിന്നെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനി ഭയങ്കര അസ്വസ്ഥനായിട്ട് സങ്കടപ്പെട്ട് തന്നെ തിരിച്ച് തറവാട്ടിലേക്ക് പോകുന്നതും. അങ്ങനെ തറവാട്ടിൽ മുത്തശ്ശൻ്റെ അടുത്ത സുഹൃത്തായ നരസിംഹ സാറിനെ വിളിച്ചിട്ട് ഈ വിവരങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അതായത് അനിയും അവന്തികയുമായുള്ള വിവാഹ നിശ്ചയം അടുത്ത ആഴ്ച തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും പറയുകയാണ് കേട്ടോ. അപ്പോൾ അവന്തികയും അനിയും തമ്മിൽ വിവാഹ നിശ്ചയം നടക്കുകയാണെങ്കിൽ നന്ദുവുമായിട്ട് ഇനി എനിക്കൊരു ബന്ധവും ഉണ്ടാവില്ലല്ലോ. നന്ദുവിനെ എനിക്ക് തന്നെ സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ളൊരു അഹങ്കാരത്തിൽ നവീൻ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. ആ സമയത്ത് നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അവന്തികയെ ഞാൻ എൻ്റെ മരുമകളാക്കാൻ ആഗ്രഹിച്ചതായിരുന്നു. നല്ല അടക്കം ഒതുക്കമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ എൻ്റെ മോൻ അവളെ ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വരേണ്ടവളായിരുന്നു. ഇവൻ ആ പെൺകുട്ടിയെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അത് നടക്കാതെ പോയത്. എനിക്ക് ആ പെൺകൊച്ചിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ തന്നെ പറയുകയാണ്. പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ നവീൻ്റെ തലയിലോട്ട് കയറുന്നില്ല കേട്ടോ. നവീൻ്റെ മനസ്സിൽ എപ്പോഴും അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്താൻ പോകാമെന്നുള്ളൊരു സന്തോഷം മാത്രമാണ്. അന്ന് അവൻ ഈ പെൺകുട്ടിയെ ഇഷ്ടമായി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ് കല്യാണവും ആയേനെ. ഈ വീട്ടിലെ മരുമകളായിട്ട് അവൾ ഇവിടെ കണ്ടേനെ. ഇവന് നല്ലൊരു ജീവിതവും കിട്ടിയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തായാലും ആ കുട്ടിയെക്കുറിച്ച് അത്ര മോശം അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മൂർത്തി സാറ് അനിക്ക് വേണ്ടിയിട്ട് ആ പെൺകുച്ചിനെ ആലോചിക്കുമായിരുന്നു. അബിയുടെയും ജലജയുടെ ഒന്നും സ്വഭാവം അല്ല പെൺകുട്ടിക്ക്. ആ കുട്ടി അയർലൻഡിൽ പോയി പഠിച്ചു വന്നതിന് ശേഷം അവളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. ഇപ്പം അവിടെ ഉള്ളവരെ പോലെ തന്നെയാണ് അവൾ ചിന്തിക്കുകയും പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നവീന് വേണ്ടി ഞാൻ ആ കുട്ടിയെ ആലോചിച്ചത്. പക്ഷെ എന്താ കാര്യം, നവീൻ ആ കുട്ടിയെ ഇഷ്ടമില്ലെന്ന് ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞില്ലേ. ഇവനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ്റെ മനസ്സിൽ വേറെ ഏതോ പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്. എന്തായാലും നീ ഒരു കാര്യം ഓർത്തോ നവീനെ, ആ നന്ദുവിന് പോലുള്ള ഏതെങ്കിലും പോലീസുകാരികളാണ് നിൻ്റെ മനസ്സിലെങ്കിൽ ആ മോഹം നീ അങ്ങ് മാറ്റി വെച്ചേരെ. അങ്ങനെ ഒരുത്തി എൻ്റെ മരുമകളായിട്ട് സ്വീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ തന്നെ തീർത്ത് പറയുകയാണ് നവീനോട് നവീൻ്റെ അമ്മ. അപ്പം നവീൻ്റെ മനസ്സിൽ നല്ല സന്തോഷമാണ് കേട്ടോ. എന്നിട്ട് നവീൻ പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അനി എൻ്റെ നല്ലൊരു സുഹൃത്താന്നുള്ളത് അമ്മയ്ക്ക് അറിയാമല്ലോ. അവനും അവന്തിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവർ നല്ലൊരു കുടുംബജീവിതം നയിച്ച് കാണണമെന്ന് ഇപ്പം എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കാര്യം, എൻ്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയുള്ള കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ. ഒരാളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ അവന്തിയോട് എനിക്ക് ഇഷ്ടമല്ലെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞത്. അതിപ്പോൾ എത്ര തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അമ്മേ. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ച് അവളുടെ കൂടെ ജീവിക്കണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. എന്തായാലും ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നൊക്കെ നവീൻ പറയുമ്പോഴേക്കും നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, അതേത് പോലീസുകാരിയാണെന്നൊക്കെയാണല്ലോടാ ഞാൻ അറിഞ്ഞത്. ആരാണെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നവീനെ,
എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ ഈ വീട്ടിലെ മരുമകളാക്കി കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ തന്നെ തീർത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നവീൻ്റെ അമ്മ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നവീൻ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു വിവാഹ നിശ്ചയം നടക്കുകയാണെങ്കിൽ തന്നെ നന്ദു അനിയും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുമെന്നും അവർ തമ്മിൽ ഒന്നിക്കാൻ പോകുന്നില്ലെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നവീൻ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അനി ഭയങ്കര ടെൻഷനായിട്ട് നവീനെ വിളിച്ചിട്ട്, എടാ നിന്നെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണം, നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ കണ്ടുമുട്ടിയാലെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അവർ രണ്ടുപേരും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ കൂടിക്കാഴ്ച നടത്താനായിട്ട് പോവുകയാണ്. എന്തായാലും നവീൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത്. വന്നതിന് ശേഷം അനി കണ്ടപാട് എനിക്കൊരു കൺഗ്രാജുലേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തിനാടാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, നിൻ്റെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം ഉറപ്പിച്ചു എന്ന് നിൻ്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശനെ വിളിച്ച് പറഞ്ഞായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ മുത്തശ്ശൻ എന്നോട് ഈ കാര്യം പറഞ്ഞത്. അല്ല, എന്തും കൊണ്ടും ഇപ്പം നിനക്ക് പറ്റിയ പെണ്ണ് തന്നെ അവന്തിക. അവളെ വിവാഹം കഴിച്ച് നിനക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാവല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ നവീൻ പറയുമ്പോഴേക്കും എനിക്കതൊന്നും തന്നെ അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അനി നന്ദുവും തമ്മിൽ അടുപ്പത്തിലാണെന്നുള്ള വിവരം ഇതുവരെ നവീൻ അറിഞ്ഞിട്ടില്ലെന്നാണ് അനി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവൻ സംസാരിക്കുന്നതെന്നൊക്കെയുള്ളൊരു പരിഗണന നമ്മുടെ അനി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നവീൻ പറയുന്നുണ്ട്, എന്തായാലും ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നിനക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവന്തികയെ അനാമിയെ കല്യാണം കഴിച്ചതിന് ശേഷം നീ കുറേ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചല്ലേ, അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനും നിനക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടാനൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാന്നൊക്കെ നവീൻ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പരിചയമില്ലാത്ത വീട്ടിലെ പെൺകുട്ടിയൊന്നും അല്ലല്ലോ, നമ്മുടെ തന്നെ വീട്ടിലുള്ള നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ലേ അവന്തികയെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ. അവളുടെ അമ്മയുടെയും അവളുടെ ചേട്ടൻ്റെയും സ്വഭാവമൊന്നും അല്ലെന്നേ അവന്തികയ്ക്ക്. അവൾ നല്ലൊരു പെൺകുട്ടിയാണ്. അവൾക്ക് നിന്നോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അവൾ ഈ കാര്യം മുത്തശ്ശനോട് തന്നെ തുറന്ന് പറയുകയും ഈ വിവാഹം നടത്തി തരണം എന്നൊക്കെ മുത്തശ്ശനോട് പറഞ്ഞത്. എന്തായാലും ഈ വിവാഹം നടന്നാൽ നിൻ്റെ ജീവിതം സൂപ്പറാവും എന്നൊക്കെ നവീൻ പറയുന്നുണ്ടെങ്കിലും എനിക്കിതൊന്നും കേൾക്കാൻ അങ്ങോട്ടേക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എനിക്ക് നല്ല ദേഷ്യമാണ് വരുന്നത്. ആ ദേഷ്യത്തിൽ തന്നെ നവീനോട് ചോദിക്കുന്നുണ്ട്, അവന്തിക അത്ര നല്ല പെൺകുട്ടിയാണെങ്കിൽ പിന്നെ നീ എന്തിനാ അവളെ വേണ്ടെന്ന് വെച്ചത്? അവൾ നല്ല പെൺകുട്ടിയാണെങ്കിൽ നിനക്ക് അവളെ എങ്ങനെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? അവളെ കല്യാണം കഴിച്ച് നിൻ്റെ ജീവിതം നിനക്ക് സൂപ്പറാക്കാമായിരുന്നല്ലോ. എന്നിട്ടെന്താ നീ അവളെ വേണ്ടെന്ന് വെച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, എടാ എൻ്റെ മനസ്സിൽ ആരാ ഉള്ളതെന്നുള്ളത് നിനക്കറിയാമല്ലോ. നന്ദുവിനോട് എനിക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടെന്നുള്ളതും അവളെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് നിനക്കറിയാമല്ലോ. എന്നിട്ട് പിന്നെ നീ എന്താടാ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. നന്ദുവിനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനി എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് അവളെ അല്ലാതെ വേറെ ആരെയും കാണാൻ എനിക്ക് ആവില്ലെന്നൊക്കെ നവീൻ പറയുന്നുണ്ടെങ്കിലും എനിക്കത് അങ്ങോട്ടേക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ പെണ്ണിനെ നിനക്ക് ഞാൻ തരാവടാ. അവൾ എൻ്റെയാ, എൻ്റെ മാത്രം. അവളുമായിട്ടുള്ള ജീവിതം കൊതിച്ച് നടക്കുന്നവനാണ് ഞാൻ. ഇനി എന്തൊക്കെ പറഞ്ഞാലും അവളെ നഷ്ടപ്പെടുത്തില്ല ഞാൻ. അവളെ ഞാൻ എൻ്റെ സ്വന്തമാക്കും. അവൾ തന്നെയായിരിക്കും എൻ്റെ ഭാര്യ ആകാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു നവീനെ, നീ ഒന്നും മിണ്ടാതിരിക്കുക. ഈ വീട്ടിലുള്ളവരെല്ലാം എന്നെ ഉപദേശിച്ച് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഒരു ഇച്ചിരി സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത്. എടാ, നിനക്കറിയാമല്ലോ, അവന്തിയെ ഞാൻ എൻ്റെ പെങ്ങളെ പോലെയാണ് കണ്ടിട്ടുള്ളത്. പെട്ടെന്ന് ഒരു ദിവസം അവളുമായിട്ടുള്ളൊരു കല്യാണം നിശ്ചയിക്കാനൊക്കെ പറഞ്ഞാൽ അതെനിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റുള്ളൂ. അതിനെന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത്. നീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ, അതുകൊണ്ട് നീ എന്നെ ഈ കാര്യത്തിൽ സഹായിച്ചേ പറ്റുള്ളൂ. ഈ വിവാഹ നിശ്ചയം മുടക്കാൻ നീ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിത്താ. എന്നെ ഈ ഊരാക്കുടുക്കിന്ന് ഒന്ന് രക്ഷിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനി. അപ്പം നവീൻ പറയുന്നുണ്ട്, എടാ നീ എന്താണ് ഈ പറയുന്നത്? നിൻ്റെ മുത്തശ്ശൻ മുന്നിട്ടിറങ്ങി നടത്തുന്ന വിവാഹ നിശ്ചയം ഇത്, അതെങ്ങനെ ഞാൻ മുടക്കാനാ? മറ്റേതെങ്കിലും വീട്ടിലെ പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെയെങ്കിലും നോക്കാം. ഇത് നിങ്ങളുടെ വീട്ടിലെ തന്നെ കുട്ടിയുമായിട്ടല്ലേടാ നിൻ്റെ വിവാഹ നിശ്ചയം നടത്താൻ പോകുന്നത്, നിൻ്റെ അപ്പച്ചിയുടെ മോളെ. അതിൽ ഞാൻ എന്ത് ചെയ്യാനാടാ? എനിക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ എന്താടാ ഒരുമാതിരി വിവരമില്ലാത്തവരെ പോലെ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അനിയോട്. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വരികയാണ് കേട്ടോ. അനി പറയുന്നുണ്ട്, എടാ നീ വേറൊന്നും ചെയ്യണ്ട, നീ അനാമികമായിട്ടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി. ഇപ്പം എന്നെ സഹായിക്കാൻ അവളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ഉറപ്പായും അവളൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഈ വിവാഹ നിശ്ചയം മുടങ്ങുക തന്നെ ചെയ്യും. ലീഗലായിട്ട് അവളുമായിട്ട് ഞാൻ ഇതുവരെ ബന്ധമൊന്നും പിരിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനൊരു വിവാഹ നിശ്ചയം നടക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ അത് ഉറപ്പായും ഒരു പ്രശ്നമാകുകയും ചെയ്യും. ഈ വിവാഹ നിശ്ചയം മുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ അവളോടൊന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഈ വിവാഹ നിശ്ചയം ഒന്ന് മുടക്കാൻ നോക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. നിയമപരമായിട്ട് ഞങ്ങളിപ്പോഴും ഭാര്യയും ഭർത്താവും തന്നെയാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിവാഹ നിശ്ചയം നടക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴേക്കും അതിൽ കോടതി ഇടപെടും. അപ്പോൾ ഈ വിവാഹ നിശ്ചയം എന്തായാലും നടക്കില്ല. അങ്ങനെ ഞാൻ ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടും. പിന്നെ ഡിവോഴ്സ് കുറച്ച് നാൾ നീണ്ടുപോയാലും കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് വേണമെന്നൊന്നും ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറയുകയാണ്. അപ്പോൾ നവീൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ തോന്നുമ്പോൾ ഓരോന്നാണ് പറയുന്നത്.
കഴിഞ്ഞ ആഴ്ച നീ എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ. എത്ര പെട്ടെന്ന് അനാമയുമായിട്ട് ഡിവോഴ്സ് നടക്കണമെന്നല്ലേ പറഞ്ഞത്. ഇപ്പം ഉടനെ ഡിവോഴ്സ് വേണ്ടെന്നാണോ നീ പറയുന്നത്? ഡിവോഴ്സ് ഇപ്പോൾ കുറച്ച് നാൾ തള്ളിപ്പോയാലും കുഴപ്പമില്ലെന്നാണോ നീ ഇപ്പോൾ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നവീൻ. ആ, എന്തായാലും നീ എൻ്റെ സുഹൃത്തായി പോയില്ലേ. ഞാൻ അനാമയുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. ഈ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാം. അവൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. അങ്ങനെയെങ്കിലും എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമല്ലോ. അവൾ ഈ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം പറഞ്ഞ് തറവാട്ടിൽ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇങ്ങനൊരു വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നുള്ള കാര്യം അവൾ അറിഞ്ഞാൽ ഉറപ്പായും അവൾ അവളുടെ അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്ന് തറവാട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും. പിന്നെ കോടതിയിൽ അറിയിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് വിവാഹ നിശ്ചയം മുടങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. നീ സമാധാനമായിട്ടിരിക്കുക അളിയ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നവീൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നവീൻ അനാമികയും വേണുവിനെയൊക്കെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. അനന്തപുരിയിൽ ഇതുപോലെ അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും നിങ്ങളുടെ ഡിവോഴ്സ് നടന്ന ഉടനെ തന്നെ അവരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അവന്തിക്ക് ചെറിയൊരു നീരസമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നന്ദു അനിയും തമ്മിൽ ഒന്നിക്കുന്നതിനോടായിരുന്നു അവന്തിക്ക് തീർത്തും വിരോധം. കാരണം അനാമികയുടെയും അനിയുടെയും ജീവിതം നശിച്ചു പോകാൻ കാരണം നന്ദു ആണെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയുമല്ല, നന്ദുവിനോട് ഒരുപാട് ശത്രുത ഇവർക്കുണ്ട് താനും. പല കേസിലും വേണുവിനെ പൊക്കുകയും ഉപദ്രവിക്കുകയും ലോക്കപ്പിലിട്ട് തല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അനാമിക്കെതിരെയുള്ള പല തെളിവുകളും നന്ദു കണ്ടെത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ നന്ദുവിനോട് ഭയങ്കര ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉണ്ട് അനാമിക്ക്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകരുതെന്നൊക്കെയാണ് അനാമിക ആഗ്രഹിക്കുന്നത്. അനിയും അവളും തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ പാടില്ലെന്നും അനാമിക പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അനിയും അവന്തിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തി വെച്ചിട്ട് മൂർത്തി മുത്തശ്ശൻ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നടത്താനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തും. ആ സമയത്ത് നീയും അവനും തമ്മിലുള്ള ബന്ധം നിയമപരമായി വേർപെടാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആകാനുള്ള വഴികളൊക്കെ അവർ നോക്കും. അതുകൊണ്ട് ഒരു കോമ്പൻസേഷൻ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ അവസരം നിങ്ങൾ മാക്സിമം മുതലാക്കണം എന്നൊക്കെയാണ് നവീൻ പറയുന്നത്. എന്തായാലും ഡിവോഴ്സ് അത്ര പെട്ടെന്നൊന്നും കൊടുക്കണ്ട. നല്ലൊരു തുക കോമ്പൻസേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഡിവോഴ്സ് കൊടുത്താൽ മതി എന്നൊക്കെ നവീൻ നവീനോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും അനിയും അവന്തിയും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തേണ്ടത് അവരുടെയും കൂടെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് അവരെന്തായാലും ഇതിനെ ഇത്ര സീരിയസ് ആയിട്ട് കാണുമെന്നൊക്കെ പറഞ്ഞ് അനാമികയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അനിയും നന്ദുവിനെയും തമ്മിൽ പിരിക്കാനായിട്ട് നവീൻ തന്നെ ഇവിടെ ഒരു കളി കളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നവ്യ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ചിന്തിക്കുന്നത്. നവ്യയ്ക്ക് എങ്ങനെയെങ്കിലും നന്ദു അനിയും തമ്മിൽ ഒന്നിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അവന്തിയെയും അബിയും ഒന്നും വിചാരിക്കുന്ന പോലെ നടക്കരുതെന്നും നന്ദു അനിയും തമ്മിൽ ഒന്നിക്കണം തന്നെയാണ് നവ്യ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുമെന്നൊക്കെയാണ് നവ്യ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നാഗേന്ദ്രയും അവന്തികയും അബിയും ഡേവിഡും ഒക്കെ കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവന്തിക അനന്തപുരത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നാഗേന്ദ്രനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. എനിക്ക് ഈ വിവാഹത്തിനോടൊട്ട് സമ്മതമില്ലെന്ന് മുത്തശ്ശനോട് തന്നെ തുറന്നു പറഞ്ഞെന്നും എന്നാൽ മുത്തശ്ശൻ അതൊന്നും കേൾക്കാതെ മുത്തശ്ശൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത ആഴ്ച ഞാനും അനിയേട്ടനും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കുമെന്നും അവർ തമ്മിലുള്ള ഡിവോഴ്സ് നടന്ന ഉടനെ തന്നെ ഞങ്ങളുടെ വിവാഹം നടത്താനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് അനിയേട്ടന് ഇനി എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ഈ വിവാഹം നടക്കും എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് നാഗേന്ദ്രന് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും അനന്തമൂർത്തിക്കുള്ളൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ നീക്ക് നടക്കാമെന്ന് കല്യാണമെന്നും കല്യാണത്തിന് ശേഷം അനിയെ നമ്മൾ നമ്മുടെ വരുതിയിലാക്കി കഴിഞ്ഞാൽ ഈ മൂർത്തി ജ്വല്ലറിയും അതുപോലെ അനന്തപുരി തറവാടുമൊക്കെ നമ്മുടെ കൈക്കലാകുമെന്നും ഇനി മൂർത്തി ശിഷ്ടകാലം നമ്മൾ പറയുന്ന പോലെ അനുസരിച്ച് നമ്മുടെ കാൽ കീഴിൽ നമ്മുടെ ഔദാര്യത്തിൽ തന്നെ ജീവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ്. ക്കാൻ വേണ്ടിയല്ലേ അയാൾ നിന്നെക്കൊണ്ട് കൊച്ചുമോൻ്റെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയല്ലേ അയാൾ ഈ കണ്ട കളികളെല്ലാം കളിച്ചത്. എന്നിട്ടിപ്പോൾ എന്തായി? ചെറിയ ചെറിയ തോൽവികൾ നമുക്കുണ്ടായെങ്കിലും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ നടക്കുന്നത്. എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാം നമുക്ക് സ്വന്തമാകും. മോൾ അതുകൊണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. മോൾ വിവാഹ നിശ്ചയത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞോ? അനിയെ വിവാഹം കഴിക്കണമെന്നും അവൻ്റെ കൂടെ ജീവിക്കണമെന്നും മോൾ ആഗ്രഹിച്ചാൽ പിന്നെ അത് നടക്കാതിരിക്കുമോ മോളെ? എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും മോളുടെ ആഗ്രഹം ഈ അച്ഛൻ സാധിച്ചു തന്നിരിക്കും. അതുകൊണ്ട് മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അവന്തികയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ നാഗേന്ദ്രൻ. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ എൻ്റെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പം എനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ അഭിയേട്ടനും നവിയും അമ്മയൊക്കെ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു സമാധാനം. എന്നാലും അച്ഛനില്ലാത്തത് വലിയൊരു മിസ്സിങ് തന്നെയാണെന്നൊക്കെ പറയുകയാണ്. എന്നാലും അച്ഛനും കൂടി അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഇതൊരു വിവാഹ നിശ്ചയം മാത്രമല്ലേ. എന്തായാലും മോൾ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടോ. കാതർ മണ്ഡപത്തിൽ മോൾ കയറിയിരിക്കുന്ന സമയത്ത് എല്ലാം നേടി നല്ല തലയെടുപ്പോടുകൂടി തന്നെ മൂർത്തിയുടെ മുമ്പിൽ അച്ഛൻ വന്നിരിക്കും. എൻ്റെ മോളെ അനുഗ്രഹിക്കാൻ അച്ഛൻ ആ സമയത്ത് അവിടെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് നാഗേന്ദ്രൻ. അതിനിടയിൽ അഭി പറയുന്നുണ്ട്, എന്തായാലും നന്ദുവിനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ.
നന്ദുവിൻ്റെ വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരുന്നപ്പോഴും അവൾ തന്ത്രപൂർവ്വം ആ സിയെ കുടുക്കി ആ വിവാഹ നിശ്ചയം മുടക്കിയവളാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാച്ചാ. പിന്നെ അനിയുടെ മനസ്സിലും നന്ദു ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞാലും ഒരു ഭാര്യയായിട്ട് അവൻ നിന്നെ കാണണമെന്നൊന്നുമില്ല. അനാമയിട്ട് വട്ടുപിടിപ്പിച്ച പോലെ നിന്നെയും അവൻ വട്ടുപിടിപ്പിക്കാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എടാ എൻ്റെ മോൾ അവനെ വരുതിയിലാക്കിക്കോളും. അതിനുള്ള കഴിവും സാമർഥ്യമൊക്കെ എൻ്റെ മോക്കുണ്ട്. അതുകൊണ്ട് നീ അങ്ങനൊന്നും പറഞ്ഞ് അവളെ കൊച്ചാക്കാൻ നോക്കണ്ടെന്നൊക്കെ തന്നെ പറയുകയാണ് നാഗേന്ദ്രൻ. പിന്നൊരു കാര്യം, ആ നന്ദു അവൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. എന്നാലും അവളെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും വിവാഹ നിശ്ചയം നല്ല മംഗളമായിട്ട് തന്നെ നടക്കട്ടെ. അത് കഴിഞ്ഞ് അവളുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. അവളങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അവൾ കാരണം നമുക്ക് എത്ര കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ നികത്താൻ അവളുടെ ജീവൻ തന്നെ ഞാൻ അങ്ങ് എടുക്കും. അതുപോലെ എൻ്റെ മോള് സന്തോഷത്തോടെ അവൾ ആഗ്രഹിച്ച പയ്യൻ്റെ കൂടെ ജീവിക്കുന്നത് കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നല്ലൊരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. എന്തായാലും എൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും അവളുടെ മരണം. അത് ഉറപ്പായിരിക്കും എന്നൊക്കെ തന്നെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ മോൾക്ക് ഉറപ്പ് തരാം. ഇനിയിപ്പോൾ അവന്തിക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കാൻ അനന്തപുരിക്കാർ തയ്യാറായില്ലെങ്കിലും അവൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് അവളും അവനും തമ്മിലുള്ള ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടക്കണം. അങ്ങനെ അത് നടത്തിയിട്ട് വേണം മോളുടെ വിവാഹവും എത്രയും പെട്ടെന്ന് തന്നെ നടത്താൻ. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഇനി എൻ്റെ മോളുടെ ജീവിതത്തിന് അവളായിട്ടൊരു തടസ്സം വേണ്ട. അവൾക്ക് കൊടുക്കാനുള്ള കോമ്പൻസേഷനൊക്കെ കൊടുത്ത് അവളെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോളുടെ ജീവിതത്തിൽ ഒരു തടസ്സം ഉണ്ടാവില്ല. മോൾ നല്ല സന്തോഷത്തോടെ തന്നെ അവിടെ ജീവിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും അവന്തിക്ക് നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിവാഹ നിശ്ചയമൊക്കെ അടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു പറഞ്ഞ പോലെ തന്നെ വിവാഹ നിശ്ചയം ഇപ്പോൾ എല്ലാവരുടെ നിർബന്ധത്തിന് വേണ്ടി നടത്തിയാലും വിവാഹം നടത്തണമെന്നൊന്നുമില്ലല്ലോ. വിവാഹ നിശ്ചയം കഴിഞ്ഞും വിവാഹം മുടങ്ങുന്ന ഒരുപാട് കേസുകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അനിയും. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിഷമമുണ്ടെങ്കിലും അനി അതങ്ങനെ ആരോടും പറയാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മനസ്സോടെ എല്ലാവരും പറഞ്ഞത് കേട്ട് വിവാഹ നിശ്ചയത്തിന് വേണ്ടി തയ്യാറാവുകയാണ് അനി. ആദർശം നയനയും വീടിനെ പുറത്തായതുകൊണ്ട് അവർക്കും ഈ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനാവില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് നല്ലൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ആ സമയത്ത് ആരും പ്രതീക്ഷിക്കാതെ തന്നെ നവ്യയ്ക്ക് നിർണായകമായ തെളിവുകൾ കിട്ടുകയാണ്. അതായത് നാഗേന്ദ്രയും അവന്തികയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നും അവരിടയ്ക്കിടെ കൂടിക്കാഴ്ച നടത്താറുണ്ടെന്നും ഈ ഒരു വിവാഹം കൊണ്ട് അവർ ലക്ഷ്യമാക്കുന്നത് അനന്തപുരിയിലെ സ്വത്തും മൂർത്തിസ് ജ്വല്ലറിയൊക്കെ ആണെന്നുള്ള തെളിവുകളാണ് നമ്മുടെ നവ്യയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത് അബിയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് നവ്യയ്ക്ക് കിട്ടുന്നതും. എന്തായാലും ആ ചടങ്ങുകളൊക്കെ നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നവ്യ ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശനെ അറിയിക്കാൻ നോക്കുന്നുണ്ട്. മുത്തശ്ശൻ ആദ്യം നവ്യ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വാസയോഗ്യമായി എടുത്തില്ലെങ്കിലും പിന്നീട് തെളിവുകൾ കാണിച്ചു കൊടുക്കുമ്പോൾ മുത്തശ്ശൻ അത് വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആകെ ഷോക്കായി പോവുകയാണ് കേട്ടോ. കാരണം എല്ലാവരോടും സ്നേഹം നടിച്ചു നിന്ന് അവന്തിക നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കൊച്ചുമോനെയൊക്കെ ചതിക്കാൻ നോക്കുകയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവർക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. എന്നാൽ മുത്തശ്ശൻ അവന്തികയെ വലിച്ചു കയറാനുള്ള ദേഷ്യമാണ് കേട്ടോ വരുന്നത്. മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവന്തികയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. നാഗേന്ദ്രമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കാനും അതുപോലെ നവ്യ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നൊക്കെയുള്ളത് അവന്തികയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാനായിട്ടാണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോയത്. എന്നാൽ ആ സമയത്ത് അവന്തിക അവിടെ നാഗേന്ദ്രനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ കൂടെ അവന്തിക നാഗേന്ദ്രനോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശൻ കേൾക്കുന്നുണ്ട്. എന്നാലും എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോൾ അച്ഛനില്ലാത്തത് എനിക്ക് ഭയങ്കര വിഷമമാണെന്നും ഈ ഒരു ചടങ്ങിന് അച്ഛൻ ഉണ്ടാവേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് അവന്തിക ഫോണിൽ സംസാരിക്കുന്നത്. മറുഭാഗത്ത് നിന്ന് നാഗേന്ദ്രൻ സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ നമ്മുടെ മുത്തശ്ശന് കേൾക്കാൻ കഴിയുന്നില്ല. എന്നാലും അവന്തിക നാഗേന്ദ്രൻ പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഈ വിവാഹ നിശ്ചയം ഒന്ന് നടന്നോട്ടെ അച്ഛാ. അത് കഴിയുമ്പോഴേക്കും അനിയേട്ടനെ ഞാൻ എൻ്റെ വശത്താക്കിക്കോളാം. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കും. പിന്നെ ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിലായിരിക്കും. നമ്മളായിരിക്കും ഇതിൻ്റെയൊക്കെ ഏക അവകാശി. എന്തായാലും ഇനി അതിനധികം താമസമൊന്നും ഇല്ലച്ചാ. എത്രയും വേഗം തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കണം. ഇവിടെ ആർക്കും സംശയമൊന്നുമില്ല. എന്തായാലും മുത്തശ്ശൻ തന്നെ മുന്നിട്ടല്ലേ ഈ വിവാഹ നിശ്ചയം നടത്തുന്നത്. അതുകൊണ്ട് ആരും ഇതിനെ എതിർക്കാനും ചാൻസ് ഇല്ല. അത്യാവശ്യം ഈ വീട്ടിലുള്ളവരും പുരോഹിതരും മാത്രമേ ഉള്ളൂ. ബാക്കി ആരെയും ഈ വിവരം ഇതുവരെ അറിയിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അവന്തിക പറയുന്നതൊക്കെ നമ്മുടെ മുത്തശ്ശൻ കേൾക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും മുത്തശ്ശന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നവ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് മുത്തശ്ശന് ബോധ്യമാവുകയാണ്. മുത്തശ്ശൻ ഒന്നും മിണ്ടാതെ നേരെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മുത്തശ്ശൻ്റെ മുഖത്തെ ഭാവവ്യത്യാസമൊക്കെ കണ്ടിട്ട് ജയനും ദേവയാനിയും അജയനും ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛന് പറ്റിയെന്നൊക്കെ. അപ്പോഴും ഓർത്ത് മുത്തശ്ശൻ അവരോടൊന്നും കാര്യം പറയുന്നില്ല. ദേവയാനി പറയുന്നുണ്ട്, ചടങ്ങിനുള്ള സമയമായല്ലോ, ഈ കുട്ടികൾ എന്താ ഇതുവരെ റെഡിയായില്ലേ? എന്തായാലും ജാനകി നീ പോയി അനിയെ വിളിച്ചോണ്ട് വാ, ഞാൻ അവന്തികമോളെ വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പോയി അവരെ വിളിച്ചോണ്ട് വരികയാണ് കേട്ടോ. അവന്തികയുടെ മുഖത്ത് നല്ല സന്തോഷം തന്നെയാണ്. എന്നാൽ അനിയുടെ മുഖത്ത് ആകെപ്പാടെ സങ്കടമാണ് കേട്ടോ.
എനിക്ക് ഈ വിവാഹത്തിനോട് ഒട്ടും താല്പര്യമില്ലെന്നുള്ളത് മുത്തശ്ശനോട് തന്നെ തുറന്നു പറഞ്ഞതാണല്ലോ. എന്നിട്ടും ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതിപ്പോൾ തെറ്റായി പോയെന്ന് തന്നെ മുത്തശ്ശന് തോന്നുകയാണ്. അവന്തികയെ വിശ്വസിച്ച് കൊച്ചുമോനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയതിൻ്റെ വിഷമം നന്നായിട്ട് മുത്തശ്ശൻ്റെ മുഖത്തുണ്ട്. അച്ഛൻ്റെ മുഖത്തെ ആ ഒരു ദേഷ്യവും വിഷമമൊക്കെ കാണുമ്പം എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്നാലും അതിനെക്കുറിച്ച് ആരും അങ്ങനെ ചോദിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവന്തികയും അനിയും കൂടെ വന്ന് നിൽക്കുമ്പോഴേക്കും എല്ലാവരും ഇവർ തമ്മിൽ നല്ല ചേർച്ചയാണെന്നും നല്ല ജോഡിപ്പൊരുത്തമാണെന്നും ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ തന്നെ അവന്തികയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നാഗേന്ദ്രയുമായിട്ട് നിനക്ക് എത്ര നാളായി അടുപ്പം തുടങ്ങിയിട്ടെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവന്തിക ശരിക്കും ആദ്യം ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവന്തിക അച്ഛനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. മുത്തശ്ശനെ സ്വന്തം ചെവി കൊണ്ട് കേട്ട കാര്യമില്ലേ, അതുകൊണ്ട് മുത്തശ്ശൻ്റെ അടുത്ത് ഇവൾ കള്ളം പറയുന്നതാണെന്നൊക്കെ മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ട്. ഒടുവിൽ മുത്തശ്ശൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവന്തിക നാഗേന്ദ്രയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളും അനിയെ വിവാഹം കഴിക്കണമെന്ന് ഇവൾ വാശി പിടിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളും എല്ലാം പറയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവന്തികയെ വലിച്ചു കയറുകയാണ് മുത്തശ്ശൻ. അവന്തികയും നാഗേന്ദ്രയും അബിയും ഒക്കെ കൂടി ഇതുപോലൊരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അനിയോട് ഇഷ്ടമുള്ളതുപോലെ നടിച്ച് അനിയെ വിവാഹം കഴിക്കാൻ ഇവിടെ തയ്യാറായതെന്നും പറയുകയാണ്. അല്ലാതെ എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതത്തിലേക്ക് ഒരു നല്ല ഭാര്യയായിട്ട് വരാൻ വേണ്ടിയിട്ടല്ല, അവൻ്റെ ജീവിതം കുളമാക്കാനും ഈ തറവാട് തന്നെ തകർത്ത് തരിപ്പണമാക്കാനും വേണ്ടിയാണ് ഇവളും ഇവളുടെ തന്തയും ചേട്ടനും കൂടെ ഒക്കെ ശ്രമിച്ചതെന്നൊക്കെ മുത്തശ്ശൻ എല്ലാവരുടെ മുമ്പിൽ തുറന്ന് പറയുന്നുണ്ട്. ജാനയ്ക്കാണെങ്കിലും ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. എൻ്റെ മോൻ്റെ ജീവിതം വെച്ചാണോടി നീ കളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവന്തികയുടെ കാരണം തീർത്ത് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് ജാനകി. അതിനുശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ഇവളെ ഈ വീട്ടിൽ കാണാൻ പാടില്ല. ഇവക്കേ ഇവിടെ ചോറും അവിടെ കൂറുവാ. ഇവളുടെ അച്ഛനെ രക്ഷിക്കാനാണ് ഇവൾ നോക്കുന്നത്. നാഗേന്ദ്രൻ്റെ കൂടെ കൂടി ഈ കുടുംബം കുളം തോണ്ടാനും ഈ തറവാട് ഇല്ലാതാക്കാനും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും കൈയടക്കാനുമാണ് ഇവൾ നോക്കിയത്. അതുകൊണ്ട് ഇനി ഇവളെ വിശ്വസിക്കാൻ പാടില്ല. ഇവളെ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഇനി ഇവളുമായിട്ട് ഈ വീട്ടിൽ നിന്ന് ആർക്കും ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. നയനെ ആദർശനും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയ പോലെ തന്നെ ഇവളെയും അബിയും ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ ആ ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അവന്തി ഉടനെ മുത്തശ്ശൻ്റെ കാല് പിടിച്ച് മാപ്പൊക്കെ പറയാൻ നോക്കുന്നുണ്ട്. അനിയേട്ടനോടുള്ള എൻ്റെ ഇഷ്ടം ആത്മാർത്ഥമാണെന്നും അനിയേട്ടനെ അല്ലാതെ മറ്റാരെയും എനിക്ക് ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാനാവില്ലെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് ഡയലോഗൊക്കെ ഇറക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അതെല്ലാം തന്നെ പാടെ അവഗണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജാനയ്ക്കും ദേവയാനിക്കും ജയനും അജയനും മുത്തശ്ശിക്കും അനിക്കുമൊക്കെ ഒരുപാട് ദേഷ്യമാവുന്നുണ്ട് അവന്തികയോട്. അവന്തികയും ഒട്ടും മോശമല്ല, അബിയുടെയും ജലജയുടെയും അതേ സ്വഭാവം തന്നെയാണ് അവൾക്ക് എന്നൊക്കെ ഓർത്തുകൊണ്ട് എല്ലാവരും അവന്തിയോടൊരു വെറുപ്പും വിദ്വേഷമൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ തന്നെ നടത്താൻ തീരുമാനിച്ച ഈ വിവാഹ നിശ്ചയം നവ്യ കറക്റ്റ് സമയത്ത് ഇടപെട്ടുകൊണ്ട് മുത്തശ്ശൻ ഈ വിവാഹ നിശ്ചയം തന്നെ തടസ്സപ്പെടുത്തുകയും അനിയെ ഈ കുരുക്കിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അനിക്കും നന്ദുവിനും വീണ്ടും ആശ്വാസമാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നവ്യ ഇതിനെ ഇങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നാണ് നവ്യ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അനിയും നന്ദുവും ഒന്നിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും മുത്തശ്ശൻ തന്നെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം മുന്നിൽ നിന്ന് നടത്തി കൊടുക്കണമെന്നും നവ്യ മുത്തശ്ശനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ തന്നെ മുന്നിട്ടിറങ്ങുകയാണ് കേട്ടോ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടത്താനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്